السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിലെ 2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മൂന്നാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باقع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. ആദ്യത്തെ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയും ആ സ്തുതിക്ക് കാരണമായി തീരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. മറ്റൊന്നാകട്ടെ, ആ വിശുദ്ധ ഖുർആൻ വക്രതയില്ലാത്ത നീതിയിലേക്ക്, വെളിച്ചത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വേദഗ്രന്ഥമാണ്. എന്നിട്ട് ആ വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ താക്കീദിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലിൽ നിന്നുള്ള വമ്പിച്ച ശിക്ഷയുണ്ട്, ആ ശിക്ഷയിൽ നിന്നുള്ള താക്കീദിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ. അതല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലം, അവർക്കുള്ള അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള ഉത്തമമായ സ്വർഗമെന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് 2 ആയത്തുകളിൽ പ്രതിപാദിച്ചത്. എന്നിട്ട് 2ാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അന്നലഹും അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലമാണ്, കൂലിയാണ് മുഅ്മിനീങ്ങൾക്കുള്ളത് എന്ന്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലവും ജനങ്ങൾ നൽകുന്ന പ്രതിഫലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അള്ളാഹു ഒരു നന്മക്ക് 10 ഇരട്ടി നൽകും, അതേ സന്ദർഭത്തിൽ ഒരു തിന്മക്ക് 1 മാത്രമായിട്ടാണ് അള്ളാഹു രേഖപ്പെടുത്തുക. അപ്പൊ അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ അതീവ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതായത് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് നമ്മോട് ഇബാദത്ത് ചെയ്യാൻ പറയുന്നു. ആ ഇബാദത്തിന് അള്ളാഹു എന്ത് ചെയ്യാണ്? നമുക്ക് പ്രതിഫലം നൽകുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമ്മെ സൃഷ്ടിക്കുന്നു, എല്ലാം അള്ളാഹു ചെയ്യുന്നു. ശരിക്കും അള്ളാഹുവിന് നമ്മൾ പ്രതിഫലമില്ലാതെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലം നൽകുന്നുണ്ട്. ആ പ്രതിഫലം നൽകുന്നത് ഒരു ഇബാദത്തിന് 1 മറിച്ച് 10 ഇരട്ടിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ നിലക്കും അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ്, അള്ളാഹുവിനോട് ബാധ്യതയുള്ള ആളുകളാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല, മുറിഞ്ഞു പോകാത്ത വിധം ബാധ്യത നമുക്ക് അള്ളാഹുവിനോട് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് 3ാമത്തെ ആയത്തിൽ ആ പ്രതിഫലം അത് എങ്ങനെയുള്ളതാണ് എന്ന് വിവരിക്കുകയാണ്. മാകിസീന ഫീഹി അബദാ. മാകിസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാന്ന്, കടിഞ്ഞുകൂടാന്ന്. മാകിസീന അവർ കടിഞ്ഞുകൂടുന്നു എന്നാണ്.
അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാ? വിശ്വാസികളായ ആളുകൾ. വിശ്വാസികളായ ആളുകൾ കഴിഞ്ഞുകൂടുന്നു ഫീഹി, പ്രതിഫലത്തിൽ, അബദൻ, എപ്പോഴും, എന്നേക്കും. അപ്പൊ സ്വർഗം എന്ന അള്ളാഹുവിന്റെ പ്രതിഫലം, അതിനെന്തില്ല, ആ പ്രതിഫലത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനില്ല. പിന്നെന്തില്ല, 100 വർഷമെന്നോ 200 വർഷമെന്നോ 300 വർഷമെന്നോ കോടി വർഷമെന്നോ ഇല്ല. അവൻ കാലാകാലം അള്ളാഹുവിന്റെ പ്രതിഫലം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് പറഞ്ഞത് മാകിസീന ഫീഹി അബദ. അപ്പോ ഈ പറയുന്ന ദുനിയാവ് എന്നുള്ളത് നൈമിഷികമാണ്. അപ്പൊ നൈമിഷികമായ ദുനിയാവിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗം. ആ സ്വർഗമാകട്ടെ അതിനൊരു അവസാനവും ഇല്ലാത്തതാണ്. അതാണ് അള്ളാഹുവിന്റെ സമ്മാനം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്, ഔദാര്യവാനാണ് അള്ളാഹുന. അതായത് കുറച്ച് സമയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മത്തിന് അള്ളാഹു വെച്ച പ്രതിഫലം കാലാകാലത്തേക്കുള്ള പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമ്മൾ അള്ളാഹുവിനെ ഹംദിന് അർഹനാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കാത്ത വിധം നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടവരാണ് എന്ന സൂറത്തുൻ നിസായിൽ അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുന്നു. അവരെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ് ഖാലിദീന ഫീഹാ അബദ, അവരെന്നും അവിടെ സ്ഥിരവാസക്കാരായിരിക്കുന്ന. അള്ളാഹു പല ആയത്തുകളിൽ ആവർത്തിച്ച വിഷയം, അവരെന്നും അവിടെ സ്ഥിരവാസക്കാരായിരിക്കും. വഅദല്ലാഹി ഹഖ്ഖ, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാളും സത്യം പറയുന്നവനായി മറ്റാരാണുള്ളത് എന്ന്. സൂറത്തു തൗബയിലെ 21, 22 ആയത്ത്. ഖാലിദീന ഫീഹാ അബദ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, അവർ ആ സ്വർഗത്തിൽ ശാശ്വതരായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ്. എന്നാൽ ആ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം ഏതിന് നൽകുന്നുണ്ട്? നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന് നൽകുന്നുണ്ട് എന്നാണ്. അതാണ് ഹദീസിൽ വന്നത്, അസ്സൗമുലി വ അന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് നോമ്പിന് മാത്രം ആ രൂപത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ചത്? നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിൽ 27 ഇരട്ടി എന്ന എണ്ണം പറഞ്ഞു. ഹജ്ജിന്റെ വിഷയത്തിലുള്ള പ്രതിഫലം സൂചിപ്പിച്ചു, എല്ലാത്തിനും പ്രതിഫലം സൂചിപ്പിച്ചു. നാം നോമ്പ് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തില്ല? പ്രതിഫലം സൂചിപ്പിച്ചില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? നമുക്കറിയില്ല. ഒന്ന് ഓക്കെ, നമ്മൾ നോമ്പുകാരനാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇഖ്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കടന്നു വരുന്നുണ്ട്. നോമ്പ് അള്ളാഹുവിനുള്ളതാണ്, എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളതാണ്. പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ക്ഷമാലുക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവർക്കുള്ള പ്രതിഫലം എത്രയെന്നാ പറഞ്ഞത്? ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞു? ഇല്ല. ക്ഷമിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം എന്നാണ്. അവർക്ക് എന്തില്ല? ഇത്ര എന്ന് ക്ലിപ്തപ്പെടുത്താതെ അള്ളാഹു പറഞ്ഞു കണക്കറ്റ പ്രതിഫലമാണ് ക്ഷമാലുക്കൾക്കുള്ളത്. എന്നാ നോമ്പിൽ എന്ത് കടന്നു വരുന്നുണ്ട്? ക്ഷമ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ വിധേയനയുമുള്ള ക്ഷമ നോമ്പിലുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ക്ഷമ വേണം. ഒന്നാമത്തെ ക്ഷമ അത് നോമ്പിൽ കടന്നു വരുന്നു. നമ്മൾ രാത്രി നിസ്കരിക്കുന്നു, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, നോമ്പ് അനുഷ്ഠിക്കുന്നു, ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുകയാണ്. രണ്ടാമത്തേത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നു. എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും നോമ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും. ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ ചോദിക്കും, എന്താണ് റമദാൻ ആയില്ലേ, റമദാനിലെങ്കിലും എന്നെന്ത് ചെയ്യും? അവർ ചോദിക്കും. മൂന്നാമത്തതോ അസ്സബ്റു അലാ ഖദാരില്ലാ, അള്ളാഹു നോമ്പിലൂടെ ഖദറാക്കിയതാണ് എന്ത്? നമുക്ക് പട്ടിണി ഉണ്ടാവും, നമുക്ക് വിശപ്പുണ്ടാവും. ആ വിശപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. അപ്പൊ ഈ 3 ക്ഷമയും ഏതിൽ കടന്നു വരുന്നുണ്ട്? നോമ്പിൽ കടന്നു വരുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നോമ്പിന് കണക്കറ്റ പ്രതിഫലം എന്ന് പറഞ്ഞത്. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക, അതിന് ഇന്ന പ്രതിഫലം എന്ന് പറയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന്. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ പ്രതിഫലത്തിന്റെ, അള്ളാഹുവിന്റെ അജ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഈ 2 ആയത്തുകളിൽ, 2ാമത്തെ ആയത്തിന്റെ പകുതിയിലും 3ാമത്തെ ആയത്തിലും അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു, അവർക്കുള്ള സന്തോഷ വാർത്തയെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത പറയുന്നത് താക്കീദിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ
രണ്ടും കൂട്ടിക്കലർത്തപ്പെട്ട രൂപത്തിലാണ്. താക്കീതുകളും ഉണ്ടാകും, സന്തോഷ വാർത്തകളും ഉണ്ടാകും. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ രണ്ടും എന്ത് ചെയ്യണം, വേണം എന്നുള്ളതാണ്. താക്കീത് മാത്രമായി കഴിഞ്ഞാലോ ഓനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മുന്നോട്ട് പോകാൻ പറ്റൂല. എപ്പോഴും പേടിപ്പെടുത്തലായി കഴിഞ്ഞാൽ അവനക്ക് പ്രതീക്ഷ ഉണ്ടാവില്ല, പ്രതീക്ഷ അറ്റുപോകും. സാധാരണ പറയാറുണ്ട്, ഈ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയ പേരൻസ് ഉണ്ടാവും, എല്ലാ നിലക്കും താക്കീതുകളായിരിക്കും. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അങ്ങനെ ഒരു ലിസ്റ്റ് താക്കീത് ഉണ്ടാകും. ഇവരുടെ മക്കളായിരിക്കും ഏറ്റവും വലിയ കള്ളന്മാരെന്നാണ്. ഇവരുടെ മക്കളായിരിക്കും ഏറ്റവും കൂടുതൽ കളവ് പറയാം. എന്നാൽ ബാക്കിയുള്ള ആളുകളോ സത്യം പറയും. കാരണം എന്തില്ല, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യൂലെന്നറിയാം. എന്നാൽ ഇവരെല്ലാ രൂപത്തിലുള്ള കളവുകളും മെനയാൻ ഇവർക്ക് അറിയുന്ന. കാരണം താക്കീതുകൾ മാത്രമാണ്, എന്തില്ല, സന്തോഷ വാർത്തകളില്ല എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ രണ്ടുമാണ്. താക്കീതുകൾ പറയുന്നു, ആ താക്കീതുകൾ വായിക്കുമ്പോൾ മനുഷ്യൻ പേടിക്കുന്നു, തൊട്ടുടൻ എന്ത് ചെയ്യുന്നു, സന്തോഷ വാർത്തകൾ പറയുന്നു, അവന്റെ പ്രതീക്ഷ വർദ്ധിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രതീക്ഷയിലും ഖൗഫിലും അതേപോലെ തന്നെ റജായിലും ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സഞ്ചരിക്കാം. അപ്പൊ 4-ാമത്തെ ആയത്ത്, وَيُنذِرَ الَّذِينَ قَالُوا اتَّخَذَ اللَّهُ وَلَدًا وَيُنذِرَ الَّذِينَ قَالُوا اتَّخَذَ اللَّهُ وَلَدًا. വയുൻദിറ, അള്ളാഹു താക്കീത് ചെയ്യുന്നു, അവൻ താക്കീത് ചെയ്യുന്നു, അല്ലദീന, യാതൊരു കൂട്ടരെ, ഖാലൂ, അവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത്തഖദല്ലാഹ്, അള്ളാഹു സ്വീകരിച്ചു, വലദൻ, അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു എന്ന്. അപ്പൊ ഗൗരവത്തിലുള്ള അള്ളാഹുവിന്റെ ഉണർത്തലാണ്. കാരണം അള്ളാഹുവിന് എന്തില്ല, കുട്ടിയില്ല. അള്ളാഹു ഒരാളുടെ കുട്ടിയായി ജനിച്ചവനുമല്ല, അള്ളാഹുവിന് ഒരു കുട്ടിയും ഉണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹു താക്കീത് ചെയ്യാണ്. ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ചില ആളുകൾക്ക് ശിക്ഷയുണ്ട്, ആ ശിക്ഷയെ തൊട്ട് താക്കീത് ചെയ്യുന്നു എന്ന് പൊതുവായി പറഞ്ഞു. എന്നാൽ 4-ാമത്തെ ആയത്തിൽ എന്താണ് താക്കീത് എന്ന് പറയാം. എന്തുകൊണ്ടാണ് അവർക്കുള്ള പ്രത്യേകമായ താക്കീത് അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു. അള്ളാഹുലേക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു എന്നതാണ്. അപ്പൊ ഇവിടെ ഇത്തരം വിശ്വാസങ്ങൾ കലർന്നു വരുന്ന ആചാരങ്ങളും ആഘോഷങ്ങളും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങൾ. അപ്പൊ ആ ആഘോഷങ്ങൾക്ക് ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അതിനോട് സമീപിച്ച് സഹകരിച്ചു പോകുവാൻ സാധിക്കുകയില്ല എന്ന്. കാരണം വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അള്ളാഹുവിന് എന്തില്ല, അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് മകനില്ല എന്ന വിഷയം. എന്നാൽ ചില ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആ ഉണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവർക്ക് ഗ്രീറ്റിംഗ്സുകൾ അർപ്പിക്കണം. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഗ്രീറ്റിംഗ്സ് അർപ്പിക്കുന്നു. ഖുർആനിന്റെ വ്യക്തമാനസിനെതിരെയുള്ള നമ്മുടെ അതായത് കറക്റ്റ് എന്താണോ ഖുർആൻ പറഞ്ഞത് അതിനെതിരെ നേരെ നമ്മൾ തിരിഞ്ഞു നിൽക്കാൻ. അപ്പൊ അത് വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. അത്തരം ആഘോഷങ്ങൾക്ക് നമ്മൾ ഒരു നിലക്കും നമ്മൾ ആ ആഘോഷത്തിന്റെ ഭാഗമാകാൻ പാടുകയില്ല എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ പറയുമ്പോൾ പോലും ഇസ്ലാം എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരെ ആക്രമിക്കണമെന്നോ അവരോട് വളരെ പരുഷമായി പെരുമാറണമെന്നോ ഒന്നും പറയുന്നില്ല. മറിച്ച് അവരോട് എന്ത് ചെയ്യണം, ഇഹ്സാനോടുകൂടി നല്ല നിലക്ക് പെരുമാറണം. അതേസമയത്ത് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു ഇല്ല എന്ന് പറയുന്നു, അള്ളാഹുവിന് ഇല്ല എന്ന് പറയുന്നു, എന്നാൽ ചില ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു. അത് പറയുന്നത് മനുഷ്യന്മാരാണ്. അപ്പൊ ആ മനുഷ്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമ്മെ എല്ലാ വിധേനയും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബ്, ആ റബ്ബ് ഇല്ല എന്ന് ഏതൊരു കുട്ടിക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസിന്റെ ആശയം പോലും അതാണ്. ആ ആശയത്തിന് വിപരീതമായ നിലക്ക് നമ്മൾ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ അത് അപകടമാണ്. എന്തുകൊണ്ട് അങ്ങനെ മുസ്ലിമീങ്ങൾ അത്തരം ആഘോഷങ്ങൾക്ക് ഭാഗവാക്കാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കേരളത്തിന്റെ സാഹചര്യം ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഹദീസിൽ പറഞ്ഞത്, അവസാന കാലമാകുമ്പോൾ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ തീക്കനൽ വെക്കുന്നത് പോലെയാണ് എന്ന്. നമ്മൾ അത് ചെയ്യരുത്, ആഘോഷത്തിന് ഒരു നിലക്കും നമ്മൾ സഹകരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവൻ ആരായി മാറി, തീവ്രവാദിയായി മാറി. പറഞ്ഞ ആശയം ഏത് സൂറത്തിന്റെ ആശയമാണ്? ഇഖ്ലാസ് എന്ന സൂറത്തിന്റെ ആശയം. അത് പറഞ്ഞവൻ തീവ്രവാദി.
ഖുർആനിലുള്ളത് പറഞ്ഞവൻ തീവ്രവാദിയാണ് എന്ന് പറയുന്നവൻ ആരാ? അമുസ്ലിമല്ല, മുസ്ലിമായ വ്യക്തിയാണ് പറയുന്നത് നീ തീവ്രവാദത്തിന്റെ ആശയക്കാരനാണ് എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തൂബാ ലിൽ ഗുറബാ, അപരിചിതർക്ക് മംഗളം എന്ന് പറഞ്ഞത് അവിടെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റപ്പെടും. നമ്മളെ ആളുകൾ സൈഡാക്കും. നമ്മളെ ആളുകൾ പല രൂപത്തിലുള്ള ആരോപണങ്ങളും പറയും. അവൻ മുതശദ്ദിദാണ്, ഭയങ്കര കഠിനമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന സലഫിയാണ് എന്നൊക്കെ പറയും. സാധാരണ സൂറത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ആരോപിക്കാൻ പറ്റുക? അങ്ങനെ നമ്മൾ ആരോപിച്ചാൽ തന്നെ അള്ളാഹു നമ്മെ വെറുതെ വിടും. ഒരു മുഅ്മിനിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക, ഖുർആനിൽ ഉള്ളത് സ്വീകരിച്ചതിന്റെ പേരിൽ അവനെ ക്രൂശിക്കുക, വളരെ അപകടം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ അത്തരം വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ്. ഇങ്ങനെ വാദം പറയുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു അടുത്ത ആയത്തിൽ പറയാം. എന്താണ് അവരുടെ അവസ്ഥ? മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. ഈ വാദത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് മാ ലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് ഒരു അറിവുമില്ല എന്ന്. മാലഹും, അവർക്കില്ല, ബിഹി, എന്തൊന്നിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്, ആ പറഞ്ഞതിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകളാണ് എന്ന്. എന്നിട്ട് അള്ളാഹു പറയാണ് വലാലി ആബാഇഹിം, അവർക്കും അറിവില്ല, അവരുടെ പിതാക്കന്മാർക്കും അറിയില്ല. എന്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചത്? കാരണം ഈ വാദം അവർ കടമെടുത്തത് ആരിൽ നിന്നാണ്? അവരുടെ പിതാക്കളിൽ നിന്ന്. നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ കഴിഞ്ഞു പോയ പിതാക്കന്മാർക്കും ഇതിൽ യാതൊരു അറിവുമില്ല എന്ന്. ഇത് തന്നെയാണ് നമുക്ക് ആരോടും പറയാനുള്ളത്. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിന് തെളിവ് പറയുന്ന ആളുകൾ, അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ? മാ ലഹും ബിഹി മിൻ ഇൽം, അവർക്കും അറിയില്ല, അവരെ കഴിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, അവർ മഹത്തുക്കളാണ് എന്ന് പറയുന്ന ആളുകൾ. വലാലി ആബാഇഹിം, അവർക്കും അറിയില്ല, അവർക്കും ആ വിഷയത്തിൽ ഒരു അറിവുമില്ല എന്നാണ്. സൂറത്തു സാഫാത്തിൽ അല്ലാഹു പറയാം ഇന്നഹും അൽഫൗ ആബാഅഹും ضالين, അവർ അവരുടെ പിതാക്കളെ വഴിപിഴച്ചവരായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ആ വഴിപിഴപ്പിക്കപ്പെട്ട പിതാക്കളെയാണ് എന്ത് ചെയ്യുന്നത്? അവർ പിൻപറ്റുന്നത്. സൂറത്തുൽ നിസായിലെ 157-ാമത്തെ ആയത്ത് മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅൽ ളൻ, അവർക്ക് ഒരു അറിവുമില്ല, അവർ ഊഹത്തെയാണ് പിന്തുടരുന്നത് എന്ന. അറിവിന്റെ പിന്നിലല്ല അവർ പോകുന്നത്. അപ്പൊ ഒന്നാമതായി അള്ളാഹു പറഞ്ഞു ഈ പറഞ്ഞ ആളുകൾക്ക് അറിവില്ല. രണ്ടാമത്തേത് അള്ളാഹു അതിന്റെ ഗൗരവം പറയാം. കെബുറത്ത്, വമ്പിച്ചതാണ് എന്നാണ്. കെബുറത്ത്, വമ്പിച്ചതാണ്. കെബുറത്ത് കെലിമത്തൻ, ആ അവര് പറഞ്ഞ കെലിമത്ത്, അവർ പറഞ്ഞത് എന്താ? അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന അവരുടെ വാദം, അത് കെബുറത്ത്, അത് വമ്പിച്ചതാണ്. തഖ്റുജു മിൻ അഫ്വാഇഹിം, അവരുടെ വായയിൽ നിന്ന് വരുന്നത് എത്ര വമ്പിച്ച ആശയമാണ്, ഗൗരവമുള്ള ആശയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇവിടെ കെലിമത്തൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കെലിമത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ അർത്ഥം? കെലിമത്ത് വാക്ക് എന്നാണ് അർത്ഥം. കെലിമത്ത് എന്ന് പറഞ്ഞാൽ ഒരു പദം, ഒരു വേർഡ് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അവർ പറഞ്ഞത് ഒരു വാക്ക് മാത്രമാണോ? അല്ല, ഒരു വാക്കല്ല. അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്നതൊരു സെന്റൻസ് ആണ്. ആ സെന്റൻസിന് മൊത്തത്തിൽ എന്ത് പറഞ്ഞു? ഒരു വാക്ക് എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോ കെലിമത്ത് എന്നത് എന്തിനേയും ഉദ്ദേശിക്കപ്പെടും. ഒരുപാട് വാക്കുകളാണെങ്കിൽ പോലും അതിനെ കെലിമത്ത് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്താ? കെലിമത്തു ഹഖിൻ, ഹക്കിന്റെ കെലിമത്താണ് നമ്മൾ പറയും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒറ്റ വാക്കാണോ? അല്ല. അപ്പൊ ഒരു കലാമിന് ഒന്നിൽ കൂടുതൽ വാക്കുകൾക്കും കെലിമത്ത് എന്നെന്തെയും അറബിയിൽ പറയും. അതിന് തെളിവാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്ത്. ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അവരിലേക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ പറയും റബ്ബേ എന്ത് ചെയ്യണം? എന്നെ മടക്കി അയക്കണം. ലഅല്ലി അഅമലു സാലിഹൻ, ഞാൻ എന്ത് ചെയ്യും? സൽക്കർമ്മങ്ങൾ ചെയ്യും.
ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കി പോയ സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്യ റബ്ബേ എന്നൊന്ന് മടക്കി അയക്കണം. അപ്പൊ അള്ളാഹ് പറയുന്നെന്താ? കല്ല ഇന്നഹ കെലിമ, അതെന്താണ്? ഒരു വെറും വർത്തമാനം മാത്രമാണ്. അപ്പൊ അവിടെ കെലിമ എന്നാണ് എന്ത് ചെയ്തത്? പ്രയോഗിച്ചത്. പക്ഷെ അവർ പറഞ്ഞത് എന്താ? ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ എന്ന നീണ്ട ഒരു പദമാണ് പറഞ്ഞത്. അപ്പൊ കെലിമത്ത് എന്ന് എന്തിനേയും പ്രയോഗിക്കും, കലാം എന്നതിനെയും പ്രയോഗിക്കും. ഇനി സൂറത്തു ആലു ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത്, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈആ. അഹ്ലു കിതാബിനോട് പറയും, നിങ്ങൾ എന്തേ ഞങ്ങളെയും നിങ്ങളെയും കോർത്തിണക്കുന്ന, ഞങ്ങളെയും നിങ്ങളെയും ഒരേ ആശയത്തിലേക്ക് എത്തിക്കുന്ന കെലിമത്തിലേക്ക് നിങ്ങൾ വരൂ. ഏതാണ് ആ കെലിമത്ത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല, വലാ നുശ്രിക ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അപ്പൊ അത് കലാമ. പക്ഷെ എന്താ പ്രയോഗിച്ചത്? വിശുദ്ധ ഖുർആൻ കെലിമത്ത് എന്നാണ് പ്രയോഗിച്ചത്. ഇനി അള്ളാഹു സൂറത്തു മറിയമില് ഇതിന്റെ ഗൗരവം പറയാൻ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന ആശയത്തിന്റെ ഗൗരവം പറയാൻ, വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അവർ പറഞ്ഞു റഹ്മാനായ റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടിയെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹു നോക്കിയേ, അള്ളാഹുവിനെതിരെയുള്ള വിമർശനമാണെന്ത്? അള്ളാഹുവിനെതിരെയുള്ള ആരോപണമാണ് അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചു എന്നുള്ളത്. പക്ഷെ ആ ആയത്തിൽ പോലും അള്ളാഹു ഉപയോഗിച്ച അള്ളാഹിന്റെ ഇസ്മ ഏതാണ്? റഹ്മാൻ എന്ന ഇസ്മ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് എന്ന്. ചില ആളുകൾ പറയും, നമ്മെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആരോപണങ്ങൾ എന്തായാലും ഉണ്ടാകും. മനുഷ്യനാണോ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവനാണോ, എന്തെങ്കിലുമൊക്കെ നന്മകൾ ആളുകൾക്കിടയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ, അവനെതിരെന്ത് ചെയ്യും? ആരോപണങ്ങൾ എന്തായാലും ഉണ്ടാകും. ഈ ആരോപണങ്ങളെ പിടിച്ചു വെക്കുക എന്നുള്ളത് നമ്മെ കൊണ്ട് എന്തായാലും എന്ത് ചെയ്യൂല? സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ആരോപണം പറഞ്ഞിട്ടുണ്ട്. ആ ആരോപണം വമ്പിച്ച ആരോപണം. എന്നാ അവരെ അള്ളാഹു എന്ത് ചെയ്തു? അപ്പൊ തന്നെ അവരെ ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ പറയത്തക്ക രൂപത്തിൽ, പറയാൻ അവരുടെ നാവ് പൊങ്ങാത്ത രൂപത്തിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം രൂപത്തിൽ അള്ളാഹുവിന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു ചെയ്തിട്ടില്ല. അവർ പറയട്ടെ എന്ന് പറഞ്ഞ എന്ത് ചെയ്തു? വിട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആരോപണങ്ങൾ ഉണ്ടാകും, അതിൽ സത്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അതിന്റെ വഴിക്ക് പോകുന്നുള്ളതാണ്. ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? ആരോപണം വന്നിട്ടുണ്ട്. അത്രയും ഈമാനുള്ള മുസ്ലിം ഉമ്മത്ത്, വരുന്ന ഒരു മുസ്ലിം ഉമ്മത്തിലെ സഹാബാക്കൾക്കും താബിഈങ്ങൾക്കും അറിവെത്തിച്ചു കൊടുത്ത മഹത്വ വനിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ആരോപണത്തിൽ സത്യമുണ്ട് എന്ന് ആദ്യ അവസരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിചാരിച്ചിട്ടുണ്ട്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും അവസാനം അള്ളാഹു ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഉപ്പയും ഉമ്മയൊക്കെ പറയും, റസൂലിനോട് പോയി പറയാന്ന് പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ പറയില്ല, ഞാൻ റബ്ബിനോട് മാത്രം എന്ത് ചെയ്യുള്ളൂ? ഞാൻ പറയുള്ളൂ എന്നാ. കാരണം എന്റെ കൂടെ റബ്ബ് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? ആ അവസരത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എപ്പോഴും നിനക്ക് എന്തു പറ്റി ആയിഷ എന്ന് ചോദിക്കുന്ന റസൂൽ എന്ത് ചെയ്തിട്ടില്ല? പനി വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി മുഴുവൻ കരച്ചില. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വിഷമിച്ചു പോയിട്ടുണ്ട് എന്നാണ് ആ സന്ദർഭത്തിൽ. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? ആയത്തിറക്കി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹു ആയത്തിറക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അള്ളാഹു എന്തെങ്കിലും സ്വപ്നത്തിൽ റസൂലിന് കാണിച്ചു കൊടുക്കുന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ആയത്തിറക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. റസൂലിന്റെ അടുക്കൽ പോലും പോയില്ല, അള്ളാഹിന്റെ അടുക്കലാക്കാണ് എന്ത് ചെയ്തത്? പോയതെന്ന്. അതാണ് പറയുന്നത്, നമ്മുടെ ഹൃദയം എപ്പോഴും ബന്ധപ്പെടേണ്ടത് ആരിലേക്കാ? അള്ളാഹുലേക്കാ. ഇനി നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയായാലും ശരി, ആ വ്യക്തിയിലേക്ക് പോലും നമ്മുടെ ഹൃദയത്തിന്റെ താക്കോൽ എന്ത് ചെയ്യരുത്? കൊടുക്കരുത് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയം കീഴൊതുങ്ങിക്കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സമ്പന്നത, യഥാർത്ഥ ഹിനാദ. എന്നാൽ അതേ സന്ദർഭത്തിൽ ഏതെങ്കിലും സൃഷ്ടിയിലേക്ക്, അത് ഷിർക്കാകണമെന്നില്ല, നമ്മുടെ സ്നേഹം ഒരു സൃഷ്ടിയിലേക്ക് അമിതമായി പോയി കഴിഞ്ഞാൽ അത് ആ സൃഷ്ടിയോടുള്ള അടിമത്താകും, ആ സൃഷ്ടിയോടുള്ള അടിമത്തമായി മാറും. എന്നാൽ അതേ സന്ദർഭത്തിൽ അള്ളാഹുലേക്കാണെങ്കിലോ അവൻ പൂർണ്ണ ധന്യതയിലാണ്, അവനാണ് യഥാർത്ഥ ഗനിയ് എന്ന് പറയാൻ സാധിക്കുക. എന്നിട്ട് പറയാണ്, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. അള്ളാഹു പറയണം, അങ്ങനെ പറഞ്ഞ ആളുകൾ അവർ വമ്പിച്ച അലീം. ലഖദ് ജിഅ്തും ശൈഅൻ അലീം, നിങ്ങൾ വലിയ കാര്യമാണ് അള്ളാഹുവിനെതിരെ പറഞ്ഞത്. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുന്ന അത്രയും ഗൗരവപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നത്.
അൻ ദഅൂ ലിർറഹ്മാനി വലദ, അല്ലാഹുവിന് മക്കളുണ്ട് എന്ന നിങ്ങളുടെ വാദം ഈ പറയുന്നതൊക്കെ ഈ ഭൂമിക്ക് ചെയ്യുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളുടെ ഇഷ്ടങ്ങളോ അവരുടെ താല്പര്യങ്ങളോ അല്ല പ്രധാനം. അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ താല്പര്യവും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും അതിൽ നിലകൊള്ളുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എല്ലാ സൃഷ്ടികളെയും തൃപ്തിപ്പെടുത്തി അവരുടെ പഞ്ചാര വാക്കുകൾ കേട്ട് അവരുടെ നല്ല വാക്കുകൾ കേട്ട് ആരെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഗായത്തുൻ ലാ തുദ്റക്, അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, സാക്ഷാത്കരിക്കാൻ സാധിക്കൂല എന്ന്. കാരണം എല്ലാവരും എന്ത് ചെയ്യൂല, നമ്മൾ എന്തായാലും തൃപ്തിപ്പെടൂല. മനുഷ്യർ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അനിഷ്ടക്കേടൊക്കെ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ അത് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നത് എന്താ? ഈ യഖൂലൂന ഇല്ലാ കദീബ, അവർ പറയുന്നത് കളവാണ് എന്ന്. അവർ പറയുന്നത് കളവാണ്. അപ്പൊ ഒന്നാമതായി അള്ളാഹു പറഞ്ഞ അവർക്ക് ഇൽമില്ല, അറിവില്ല, അവർക്കും അറിവില്ല, അവരുടെ പിതാക്കന്മാർക്കും അറിവില്ല. രണ്ടാമത്തേത് അതിന്റെ ഗൗരവം സൂചിപ്പിച്ചു. മൂന്നാമത്തേത് പറയണം അവർ പറയുന്നത് കളവാണ് എന്ന്. ഒരു ആക്കിലായ മനുഷ്യൻ, ഒരു ബുദ്ധിയുള്ള ആൾ എപ്പോഴും സംസാരിക്കുക അവന്റെ ഹൃദയത്തോട് ചോദിച്ചിട്ടാണ്. ഓനെന്ത് ചെയ്യും? ആലോചിക്കും, ചിന്തിക്കും, എന്നിട്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു കാര്യം സംസാരിക്കുകയുള്ളൂ എന്ന്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂലിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയാൻ, റസൂലേ, യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്, എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, പക്ഷെ അത് വളരെ ചുരുങ്ങിയ കാര്യമായിരിക്കണം. എന്തായിരുന്നു? ഒരുപാട് വിശദീകരിക്കരുത്, ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കാരത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ നിസ്കാരം നിന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന നിയത്തിൽ നീ നമസ്കരിക്കുക. ഒന്നാമത്തെ നസീഹത്ത്. രണ്ടാമതായി പറഞ്ഞു, വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു, നീ ഒരു സംസാരം സംസാരിക്കരുത്. എങ്ങനെയുള്ള സംസാരം? ആ സംസാരം സംസാരിച്ചതിന്റെ പേരിൽ പിന്നീട് നീ ഖേദിക്കും. അങ്ങനെയുള്ള സംസാരം ചെയ്യരുത്, നീ സംസാരിക്കരുത് എന്ന്. മൂന്നാമതായി പറഞ്ഞു, വഅജ്മിഇൽ യഅസ അമ്മാ ഫി ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിൽ ദുനിയാവൊക്കെ ഉണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ കയ്യിലുണ്ടാവും, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വിട്ടു നിൽക്കണം, നിങ്ങൾ അത് ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന്. ഇവിടെ രണ്ടാമതായി പറഞ്ഞത് എന്താ? സംസാരിക്കുന്ന സമയത്ത് ആ സംസാരത്തിന്റെ പേരിൽ ഖേദിക്കാൻ ഇടയുണ്ടെങ്കിൽ അത് നിങ്ങൾ സംസാരിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അവന് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് അവൻ സംസാരിക്കുക. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവൻ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും എന്തെയും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന. ഉലമാക്കൾക്ക് സംസാരത്തിന്റെ വിഷയത്തിൽ കിതാബുകൾ എടുക്കേണ്ട. അസ്സംത്, എങ്ങനെ മിണ്ടാതിരിക്കാന്ന് പഠിപ്പിക്കുക. കാരണം മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് ഷർറ് കുറഞ്ഞിട്ടും, ഒരുപാട് ഷർറ് കുറഞ്ഞിട്ടും. മിണ്ടാതിരുന്നതിന്റെ പേരിൽ ആരെങ്കിലും ഖേദിച്ചിട്ടുണ്ടോ? മുണ്ടിയതിന്റെ പേരിലാണ് നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവുമെങ്കിൽ നമ്മൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാകുള്ളൂ. അന്ന് അങ്ങനെ സംസാരിക്കണ്ടില്ലേനു, അന്ന് കുറച്ചൊന്ന് ടോണ് മാറിപ്പോയി, ഞാൻ അങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചതല്ല. അപ്പൊ ഇതൊക്കെ സംസാരിച്ചതിന്റെ പേരിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. അതേ സമയത്ത് സംസാരിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, വിഷമം ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സന്ദർഭത്തിൽ പിശാച് തോന്നിപ്പിക്കും, രണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് തോന്നിപ്പിക്കും. പിന്നെ ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, നന്നായി സംസാരിക്കാത്തത്, സംസാരിച്ചിരുന്നെങ്കിൽ അവനെ നമുക്ക് മുഖത്തോട് മുഖം നോക്കി സലാം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു എന്ന് നമ്മൾ തന്നെ വിചാരിക്കും. അതുകൊണ്ടാണ് ഗളബിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നിടത്ത് പറയും, കോപത്തെ കുറിച്ച് പറയുന്നിടത്ത് അവ്വലുഹു ജുനൂൻ, കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പിരാന്താണെന്ന്. ഓൻക്ക് തന്നെ അറിയില്ല എന്തിനാ ദേഷ്യപ്പെട്ടത്. എന്നാൽ അവസാനോ വആഖിറുഹു നദമുൻ, അവസാനം ഖേദിക്കും, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ആളല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, കുറച്ചൊക്കെ സോപ്പൊക്കെ ഇട്ട് അത് റെഡിയാക്കും. അപ്പൊ ആദ്യം എന്താ? പിരാന്തിന്റെ ഘട്ടാണ്. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ദേഷ്യപ്പെട്ട സന്ദർഭം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ദീനിന്റെ പേരിലാണ്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി ദേഷ്യപ്പെടാതിരുന്നാൽ മതി. നമ്മൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം? ദേഷ്യപ്പെടുക. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടോ? ഇല്ല. ദീനിന്റെ വിഷയത്തിൽ ബിദ്അത്ത് ചെയ്യുന്നത് കാണുന്നു, ശിർക്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണുന്നു, അതൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ എന്തില്ല, നമുക്ക് അവിടെ നോട്ടം തന്നെ ഇല്ല. അതേ സമയത്ത് ദുനിയാവിന്റെ വിഷയത്തിലുള്ള കാര്യങ്ങളിലോ അവിടെ നമുക്ക് ദേഷ്യപ്പെടാനേ എന്തുള്ളൂ, സമയമുള്ളൂ. ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരുത്തൻ ബിദ്അത്ത് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ പള്ളിയിലേക്ക് ഒരുത്തൻ കടന്നു വന്നു, പള്ളിയിൽ
ചെയ്യാൻ പാടില്ലാത്തപ്പോൾ ഫോണിൽ എന്ത് ചെയ്യണം, ഒരുത്തൻ ഗെയിം കളിക്കുകയാണെങ്കിലോ കളിച്ചോട്ടെ, നമുക്ക് പിന്നെ എന്തെങ്കിലും വാട്സപ്പൊക്കെ നോക്കണ്ടേ, കളിച്ചോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം എന്ന നിലക്കാണ്. എന്നാൽ അതേ സമയത്ത് ഇത് പള്ളിയാണ്, പള്ളിയോടുള്ള ഹുർമത്ത് കാണിക്കണം, പള്ളിയോട് ബഹുമാനം ഉണ്ടാകണം, വളർന്നു വരുന്ന തലമുറയാണ്, അങ്ങനെ ചെയ്യരുത് കേട്ടോ, നീ കളിക്കുകയാണെങ്കിൽ പുറത്തു പോയി കളിച്ചോ എന്നെന്ത് ചെയ്യും, ദീനിനോട് താല്പര്യമുള്ള ആളാണെങ്കിൽ പറയും. കാരണം പറയാതിരുന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് അതെന്ത് ചെയ്യൂല, താങ്ങാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അവര് പറഞ്ഞത് കളവാണ് എന്ന് പറയും. അപ്പൊ ഒരു കാര്യം എപ്പോഴാ കളവാകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിനോട് എതിരാകുമ്പോൾ എന്ത് ചെയ്യും, അത് കളവാകും. അള്ളാഹുവിന് കുട്ടിയില്ല, അവരെന്ത് പറഞ്ഞു, കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹ് പറയാം, മുനാഫിഖീങ്ങൾ റസൂലേ താങ്കളുടെ അടുക്കൽ വരും, എന്നിട്ട് അവർ പറയും, റസൂലേ താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. അള്ളാഹ് പറയാം, വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അള്ളാഹുവിന് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന്. എന്നിട്ട് അള്ളാഹ് പറയാണ്, മുനാഫിഖീങ്ങൾ കള്ളന്മാരാണ്. അവർ പറഞ്ഞ വാക്കാണോ കളവ്? അവർ പറഞ്ഞെന്താ, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ്, അതാണോ കളവ്? അല്ല, മറിച്ച് അവരുടെ ഉള്ളിലുള്ളതല്ല എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പുറത്തു പറഞ്ഞിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടാണ് അവരുടെ സംസാരം. അവരുടെ ഉള്ളിലുള്ളത് എന്താ, റസൂൽ എന്തല്ല, അള്ളാഹിന്റെ പ്രവാചകരല്ല എന്നാണ്. അള്ളാഹുവിന്റെ റസൂലിനെതിരെ ഒരു പള്ളി നിർമ്മിച്ച ആളുകളാണ് ആര്, ഈ പറയുന്ന മുനാഫിഖീങ്ങൾ. എന്തിനു വേണ്ടി? റസൂലിനെതിരെ യുദ്ധം ചെയ്യാനും റസൂലിന്റെ ദീനിനെ പൊളിക്കാൻ വേണ്ടിയിട്ടും. അവരാണ് പറയുന്നത് താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ്. അള്ളാഹ് അപ്പൊ തന്നെ തിരുത്തി കൊടുക്കാൻ. റസൂലിന് അത് കളവാണെന്ന് റസൂലിന് അറിയോ? ഇല്ല. റസൂലിന് ഹൃദയത്തിലുള്ളത് അറിയുന്നു എന്ന് പറയുന്ന ആളുകൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അമ്പിയാക്കളുടെ നേതാവായ റസൂലിന് പോലും ചെയ്തിട്ടില്ല, മുനാഫിഖീങ്ങളുടെ മനസ്സിലുള്ളത് റസൂലിന് അറിഞ്ഞിട്ടില്ല. അള്ളാഹു പറയാണ്, റസൂലെ അങ്ങനെയല്ല, അവർ കളവാണ് പറയുന്നത് എന്ന്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ. എന്നിട്ട് 6-ാമത്തെ ആയത്ത്, فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِن لَّمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا ഫലഅല്ലക, റസൂലെ താങ്കളായേക്കാം, ബാഖിഉൻ, അവിടെ നമ്മൾ പഠിക്കേണ്ട പദമാണ് ബാഖിഉൻ എന്ന പദം. ബാഖിഉൻ എന്ന് പറഞ്ഞാൽ ഖാതിലുൻ, വധിക്കുക, നശിപ്പിക്കുക. താങ്കൾ എന്ത് ചെയ്യും, വധിക്കും. ആരെ? നഫ്സക, താങ്കളെ തന്നെ റസൂലെ വധിക്കും, കൊല്ലും. എന്തിനു വേണ്ടി? അല ആസാരിഹിം, അവർ പിന്തിരിഞ്ഞു പോയതിനാൽ. ഇല്ലം യുഅ്മിനൂ, അവർ വിശ്വസിച്ചിട്ടില്ല. ബിഹാദൽ ഹദീസ്, ഈ പറയുന്ന വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ചിട്ടില്ലാത്തതിന്റെ പേരിൽ അവരെ പിൻപറ്റി അവരുടെ പിന്നിൽ പോയി പ്രബോധനം ചെയ്ത് അവർ സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ അങ്ങേയറ്റത്തെ ദുഃഖം കാരണത്താൽ റസൂലെ താങ്കൾ എന്ത് ചെയ്യരുത്, താങ്കളുടെ നഫ്സിനെ തന്നെ വധിച്ചു കളയരുത് എന്നുള്ള പറയാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അസഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ ദുഃഖത്തിനാണ് അസഫ് എന്ന് പറയാം. സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ അസഫ അലാ യൂസുഫ്. യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോ ഭയങ്കര ഖേദത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യാക്കൂബ് നബി എത്തിപ്പെടുന്നുണ്ട്. അതായത് കരഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അതേപോലെ തന്നെ മറ്റു പല ആയത്തുകളിലും യാ അസഫ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടൊക്കെ ഉദ്ദേശം അഗാധമായ ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൂറത്തു താഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസപ്പെടുന്ന ഒരു രംഗമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂസാ നബിയുടെ സമൂഹം പശുക്കുട്ടിയെ ആരാധിക്കാൻ. അപ്പൊ മൂസാ നബിയുടെ ആ വരവിനെ കുറിച്ച് പറയുന്നത് ഫറജഅ മൂസ ഇലാ ഖൗമിഹി ഗൾബാന അസിഫ, ഭയങ്കര കോപമുണ്ട്, അതേ സമയത്ത് എന്തുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഇവിടെ ആൾക്കാരൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് അവർക്ക് തൗഹീദൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് തിരിച്ചു പോയി രണ്ടാമത് വരുമ്പോൾ എന്താണ്, അവർ ഷിർക്കിലേക്ക് വീണ്ടും ഷിർക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. മൂസാ നബി അവിടെ കോപിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്ത് ചെയ്തു, വിശ്വാസത്തിൽ നിന്ന് അവർ തെറ്റി. എന്നിട്ട് മൂസാ നബി ആരെ താടിക്ക പിടിക്കുക, എന്നിട്ട് വന്നിട്ട് താടിക്ക് പിടിക്കും. ദേഷ്യപ്പെട്ട രംഗാണത്. ആ സമയത്ത് മറുപടി എന്താ, യബ്ന ഉമ്മയുടെ മകനെ എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധന ചെയ്യുക. ആ അഭിസംബോധനം താടിന്ന് കൈവിടാൻ വേണ്ടിയിട്ടാണ്.
കാരണം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ഇമോഷണലാണ്. ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ബോണ്ടാണ്. അപ്പം എന്ത് ചെയ്യും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താടിന്ന് കൈയെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അതാണ് യബ്ന ഉമ്മയുടെ മകനെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കും. അപ്പൊ മൂസാ നബി കുറച്ച് തണുക്കും. എന്നിട്ട് മൂസാ നബി പോയിട്ട് പ്രബോധനം ചെയ്യുന്നുള്ളതാണ്. ഇനി സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു പ്രബോധകന് നിഷ്കളങ്കതയുണ്ടോ എങ്കിൽ അവന്റെ പ്രബോധനം ആളുകൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവന് വിഷമമുണ്ടാകും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് പോലില്ല. വിഷമിക്കുക എന്നുള്ളത് രണ്ടാമത്തെ സന്ദർഭമാണല്ലോ, എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. എത്തിച്ചു കൊടുത്തിട്ട് പോലും ഇല്ല എങ്കിൽ എവിടെയോ ഹൃദയത്തിൽ എവിടെയോ ഈമാനിന്റെ കുറവോ അല്ലെങ്കിൽ നിഫാഖോ ഉണ്ട് എന്നതിനെ നമ്മൾ ഭയപ്പെടണം. കാരണം നമുക്കറിയുന്ന സത്യം, നമുക്കറിയാം ഇത് സത്യമാണ്, ഇതില്ല എങ്കിൽ സ്വർഗത്തിലേക്ക് എത്തൂല, നരകമാണ് അവന്റെ സങ്കേതം എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുണ്ടായിട്ടും ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഓൻ അതിൽ തന്നെ തുടരട്ടെ എന്നാണ് നമ്മുടെ ചിന്ത എങ്കിൽ നമുക്ക് ആ സത്യത്തോട് എന്ത് പ്രതിബദ്ധതയുള്ളത്? നമ്മൾ സ്വീകരിക്കുന്ന സത്യത്തോട് നമുക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അത് സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പാണ് എങ്കിൽ, അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അംറും ബിൽ മഅറൂഫും നഹിയുൻ അനിൽ മുൻകറും വാജിബ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. നന്മ നമുക്ക് അവിടെ കൽപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആരെയാണ് പേടി? നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചില ആളുകൾ, സത്യം അറിയാത്ത ആളുകൾ, നമുക്ക് അവരോട് പറയാൻ പേടിയാണെങ്കിൽ, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരു ഗവർണർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹജ്ജാജിന്റെ വിഷയത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഹജ്ജാജിന്റെ വിഷയത്തിൽ ഇനി അള്ളാനെ ഭയപ്പെടേണ്ടത്, അല്ലാതെ അള്ളാന്റെ വിഷയത്തിൽ ആരെയല്ല ഭയപ്പെടേണ്ടത്, ഹജ്ജാജിനെ അല്ല ഭയപ്പെടേണ്ടത് എന്ന്. അള്ളാന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപ്പാക്കോ ഉമ്മാക്കോ എന്തില്ല, ഒരു സ്ഥാനില്ല. അതിനർത്ഥം അവരോട് മോശമായി പെരുമാറണം എന്നല്ല. ഉപ്പയോട് തൗഹീദ് പറഞ്ഞ, ഉപ്പയോട് സത്യത്തിന്റെ പേരിൽ വാദിച്ച പ്രവാചകനാണ് ആര്? അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ എങ്ങനെയാണ് ഉപ്പയുടെ ബാത്തിലിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ന്യായീകരിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ പ്രവാചകന്മാരുടെ പിതാക്കന്മാരിൽപ്പെട്ട ഇബ്രാഹിം നബി പോലും ആ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രബോധനത്തിന്റെ വിഷയത്തിൽ ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട മനസ്സിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അതായത് പ്രവാചകന്മാരുടെ പ്രബോധനവും നമ്മുടെ പ്രബോധനവും തമ്മിൽ നല്ല അന്തരമുണ്ട്. നമുക്ക് പ്രബോധനം ചെയ്യാന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഞാനിവിടെ ഇരുന്ന് പ്രബോധനം ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ എളുപ്പമാണ് എന്ത്? എനിക്ക് പ്രബോധനം ചെയ്യാന്നുള്ള. കാരണം സാമീങ്ങളുണ്ട്, ഇരിക്കുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ അവർക്കുള്ള പ്രബോധനം, പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്ര ആലോചിച്ച് നോക്കിയാൽ മതി. സമസ്തക്കാരവിടെ പള്ളിയുണ്ട്, അവിടെ പള്ളീൻ്റെ അടുത്ത് പോകുന്നു, 2-3 ആൾക്കാർ പുറത്ത് വരുമ്പോൾ നിങ്ങൾ കൈയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു, എന്നിട്ട് നിങ്ങൾ തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെ ഉണ്ടാവും ആ അവസ്ഥ? എങ്ങനെ ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിളിക്കുകയാണ്, അങ്ങാടിയിൽ നിന്നിട്ട് നിങ്ങൾ വിളിക്കുകയാണ്, എല്ലാവരും നിങ്ങളൊപ്പം വിളിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു മഹല്ലിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ മഹല്ലിൽ ശിർക്ക് നടക്കുന്നുണ്ട്, ഖുറാഫാത്ത് നടക്കുന്നുണ്ട്, ബിദ്അത്ത് നടക്കുന്നുണ്ട്, എല്ലാ അനാചാരങ്ങളും നടക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെ നമുക്ക് പൊതുവായി സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യും? ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. കാരണം ആ മഹല്ലിന്റെ ഉത്തരവാദികളാണ് ആര്? നമ്മൾ ഓരോരുത്തരും. നാളെ ആ മഹല്ലിൽ ഏതെങ്കിലും ഒരുത്തൻ അള്ളാഹുവിനോട് പോയി പറഞ്ഞാലോ, റബ്ബെ ഇത്രയും കാലം ഇത്ര അടുത്തൊരു സലഫി പള്ളി ഉണ്ടായിട്ട് ഞാൻ ഒരു തൗഹീദിന്റെ ആശയം ചെയ്തിട്ടില്ല, അവിടുന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാലോ, നമ്മൾ എന്ത് മറുപടി നമ്മൾ പറയാ? നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറയുന്ന വെച്ചാല് പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഇഖ്ലാസാണ്, അങ്ങേയറ്റത്തെ ഇഖ്ലാസാണ്. ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നു, അവരോട് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യരുത്, ഇതാണ് ദീന്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് നല്ല പ്രയാസം കൂടിയാണ്. ഇഖ്ലാസുള്ള ആൾ, ദീനിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ അത് ചെയ്യുള്ളൂ എന്നാണ്. വ്യക്തിപരമായ ദഅവത്ത് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും മൈക്കും കെട്ടി പ്രസംഗിക്കാൻ സാധിച്ചോളണമെന്നില്ല, പക്ഷെ വ്യക്തിപരമായ ദഅവത്ത് എല്ലാവർക്കും സാധിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ അവരെ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സംസാരിക്കാൻ പറ്റണം. അവരോട് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ
അള്ളാഹുവിനോട് ഒരു മുലാഖാത്ത് നമുക്കുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം? അവരെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് എന്ത് ശൈലിയിലായാലും ശരി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ പ്രബോധനം ചെയ്തു. രാത്രി ഇല്ല പകലില്ല, ഞാൻ എന്ത് ഇങ്ങനെ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് നൂഹ് നബിക്ക് ജോലിയുണ്ട്, കഴിഞ്ഞു പോയ എന്തൊക്കെ പ്രവാചകന്മാരുണ്ട് അവർക്കൊക്കെ അവരുടേതായ ജോലിയുണ്ട്. പ്രബോധനം എന്നത് എന്താണ്? സൈഡായിട്ട് അവർ ചെയ്യുന്ന ജോലിയല്ല, സേവനാണ്. സൈഡായിട്ട് അവർ ചെയ്യുന്ന സേവനാണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ പറയുന്ന കാരണങ്ങളാണ്, എനിക്ക് ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാവർക്കും അതുണ്ട്, കഴിഞ്ഞ പോയ പ്രവാചകന്മാർക്കും അതുണ്ട് എന്ന് ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനൊരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. എന്നിട്ട് നൂഹ് നബിയുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. രാത്രിയും പകലും ഇങ്ങനെ ദീനിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് പറയാണ് ഫലം ഞാൻ വിളിക്കുന്നു അവരിങ്ങനെ ഓടുകയാണ് എന്നാണ്. അവർ കേൾക്കാൻ തയ്യാറാവില്ല, അവർ ഓടിപ്പോവുകയാണ്, ഞാൻ പറയുന്ന ഹക്ക് അവർ സ്വീകരിക്കുന്നില്ല എന്ന്. അവർ അഹങ്കാരം നടിക്കാണ്, അവർ ചെവിക്ക് കൈവച്ച് കേൾക്കാത്ത രൂപത്തിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട സവിശേഷ ഗുണമാണ് ഉമ്മത്തിനെ കുറിച്ച് ആലോചിക്കണം. മുസ്ലിം ഉമ്മത്ത് ഏത് അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം, ഉമ്മത്തിനെ കുറിച്ച് ബോധമുണ്ടാകണം എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയെ കുറിച്ച് പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഓരോ നാട്ടിലുള്ള പിഴച്ചുപോയ കക്ഷികളെ കുറിച്ച് പറയുന്നു. ഓരോ നാട്ടിലുമുള്ള പിഴച്ചുപോയ കക്ഷികളെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാമിന് അഗാധമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന്. ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്തിരുന്നു? അറിഞ്ഞിരുന്നു. സമസ്തക്കാർ ഇത്ര വിഭാഗമുണ്ട്, അതിൽ ഇന്ന വിഭാഗം ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കാലത്തുള്ള വിഭാഗത്തെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാമിന് വളരെ കൃത്യമായിട്ട് അറിയാം. വളരെ കൃത്യമായ പിക്ചർ ഷെയ്ഖുൽ ഇസ്ലാമിന് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ആരെയാണോ ക്ഷണിക്കുന്നത് അവരെ കൃത്യമായ രൂപത്തിൽ നമുക്ക് ക്ഷണിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത് കാന ഇബ്രാഹിമു ഉമ്മ, ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു. ഇബ്രാഹിം നബി ഒരു സമൂഹം ചെയ്യുന്നത് ഇബ്രാഹിം നബി ഒറ്റയ്ക്ക് ചെയ്തു, അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ ബോധം ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു എന്ന്. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, വൈജ്ഞാനികമായ വിഷയത്തിൽ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുവാനും ആ ആലോചന പുതിയ സംരംഭങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. എവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ അപജയം, എവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് പ്രശ്നം സംഭവിച്ചത് എന്ന് ഇരുന്ന് എന്ത് ചെയ്യണം? നമ്മൾ ആലോചിക്കണം. നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടിയും നമ്മുടെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എങ്ങനെ നമ്മൾ തലപുകക്കുന്നുവോ അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ദീനിന്റെ വിഷയത്തിൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ റമദാനിലൂടെ പാപമോചനം ലഭിക്കുന്ന, സ്വർഗപ്രവേശനം സാധ്യമാകുന്ന, നരകത്തിൽ നിന്ന് മോചിതരാകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.